നിങ്ങളുടെ പബ്ലിക് എക്സാം കറക്റ്റ് ചെയ്യുന്ന ടീച്ചർ ഒരു ദിവസം നിങ്ങളുടെ പേപ്പറിനൊപ്പം ഓൾമോസ്റ്റ് 35-40 പേപ്പർ ആയിരിക്കും ഒരൊറ്റ ദിവസം ഇരുന്ന് നോക്കുക. അതായത് ബേസിക്കലി നിങ്ങളുടെ 60 മാർക്കിൻ്റെ ആയിക്കോട്ടെ 40 മാർക്കിൻ്റെ ആയിക്കോട്ടെ പേപ്പർ നോക്കാൻ ടീച്ചറിന് വെറും 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. ആ 10 മിനിറ്റിൽ നിങ്ങളുടെ മൊത്തം പേപ്പർ ടീച്ചർ നോവൽ പോലെ കുത്തിരുന്ന് വായിക്കാനൊന്നും പോകുന്നില്ല. അവർ കുറച്ച് സ്പെസിഫിക് കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫൈനൽ മാർക്ക് ഉണ്ടാകുക. ആ കാര്യങ്ങൾ ഏതാണെന്നും അത് മനസ്സിലാക്കുന്നതോടെ എങ്ങനെ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങളുടെ ആൻസർ പേപ്പർ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. പല കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇതിന് മുൻപ് ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞതാണ്. പക്ഷെ അതെല്ലാം കൂടെ ഒരു സിംഗിൾ വീഡിയോയിൽ എങ്ങനെ ടീച്ചേഴ്സിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എക്സാം പേപ്പർ പ്രസന്റ് ചെയ്യണം എന്നുള്ള കാര്യം ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് പഠിച്ചെടുക്കാം. വെൽക്കം ടു ലേൺ വിത്ത് അലക്സ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഏത് ആൻസർ എഴുതുമ്പോഴും പ്രത്യേകിച്ച് സോഷ്യൽ പോലത്തെ സബ്ജക്ട്സിലൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പാരഗ്രാഫ് ആയിട്ട് ആൻസർ എഴുതി വെക്കരുത്. ഈ ഒരു കാര്യം ഇംഗ്ലീഷിനും മലയാളത്തിനും അങ്ങനത്തെ ലാംഗ്വേജ് സബ്ജക്ട്സിന് അപ്ലിക്കബിൾ അല്ല, കാരണം അവിടെ പോയിന്റ്സ് അല്ല വേണ്ടത്. പക്ഷേ സോഷ്യൽ, ബയോളജി, കെമിസ്ട്രിയിലൊക്കെ വലിയ ആൻസേഴ്സ് എഴുതുമ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ എഴുതി വെക്കരുത്. കാരണം ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ടീച്ചറിന് ഇതിൻ്റെ ഇടയിൽ നിന്ന് തപ്പിയെടുക്കണം. നിങ്ങൾ ആലോചിക്കണം, മൊത്തം പേപ്പർ കറക്റ്റ് ചെയ്യാൻ 10-15 മിനിറ്റ് മാക്സിമം കിട്ടാൻ പോകുന്നുള്ളൂ. അതിനിടയിൽ ഓരോ ആൻസറിന് പോയി ഇങ്ങനെ തപ്പേണ്ടി വന്നു കഴിഞ്ഞാൽ ടീച്ചറിന്റെ ഫ്രസ്ട്രേഷൻ കൂടും. മാത്രമല്ല ചിലപ്പോൾ ടീച്ചർ തപ്പുന്ന കാര്യം ഇത് ഉണ്ടാവണം എന്നില്ല, അവർക്ക് പെട്ടെന്ന് കാണണം എന്നില്ല. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. നിങ്ങൾ എല്ലാ പോയിന്റ്സും എഴുതിയോ എന്നുള്ള കാര്യങ്ങൾ ടീച്ചറിന് മാനുവലി ഇരുന്ന് കുറേ നേരത്ത് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ടീച്ചറിന്റെ പണി എളുപ്പമാക്കി കൊടുക്കണം. നിങ്ങൾക്ക് എന്താണ് കാണിക്കേണ്ടത്, ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് കുറച്ച് ആൻസറിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. ആ പോയിന്റ്സ് ഉണ്ടെന്നുള്ള കാര്യം വളരെ ഈസി ആയിട്ട് ടീച്ചറിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പാരഗ്രാഫ് പരിപാടി നിർത്തിയിട്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ പോയിന്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ടീച്ചർ മനസ്സിലാവും, ഓക്കെ ഈ പോയിന്റ് ഇവൻ എഴുതിയിട്ടുണ്ട്, ഈ പോയിന്റ് എഴുതിയിട്ട് ആൻസർ കീ വെച്ച് ടീച്ചർ കമ്പയർ ചെയ്യും. ആൻസർ കീയിലെ ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ മാർക്ക് തരും. ഇത് മൊത്തം പോലും അവർക്ക് വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല, അവർ വായിച്ചു നോക്കാൻ പോകുന്നില്ല. നിങ്ങൾ ടീച്ചറിന്റെ പണി എളുപ്പമാക്കുകയാണ് ചെയ്തത്. നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ടീച്ചർ തപ്പണം, ഈ പോയിന്റ് ഉണ്ടോ എന്ന് മാത്രമല്ല അവരുടെ ആൻസർ കീയിലുള്ള ഓർഡറിലായിരിക്കില്ല നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അത് അഡീഷണൽ ബുദ്ധിമുട്ട് ടീച്ചർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആർക്കും, എല്ലാവരും മനുഷ്യന്മാർക്ക് ആർക്കും ബുദ്ധിമുട്ട് ഇഷ്ടമില്ല, പ്രത്യേകിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു പണി ചെയ്യുമ്പോൾ. കാരണം നിങ്ങൾ മനസ്സിലാക്കാൻ, ഒരു ടീച്ചറിന്റെ മെയിൻ പണി എന്താണ്, പഠിപ്പിക്കുകയാണ്. പേപ്പർ കറക്റ്റ് അല്ല, അതും ഒരു ടൈം കൺസ്ട്രെയിൻഡ് ആയിട്ട് ഒരേ ആൻസേഴ്സ് എഴുതി വെച്ചിരിക്കുന്ന പല പേപ്പർ തിരുന്ന് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര രസകരമായിട്ടുള്ള പണിയല്ല. അതുകൊണ്ട് ആ പണി നിങ്ങൾ എക്സ്ട്രാ ആക്കരുത്. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം. പറ്റുന്നത്ര ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ബുള്ളറ്റ് പോയിന്റ് ആക്കിയിട്ട് എഴുതുക. ഇനി ഇതിന് ഒരു ഹാക്ക് ഉണ്ട്, ഒരു കൗണ്ടറും ഉണ്ട്. അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ പോയിന്റ് വൈസ് ഒക്കെ അറിയുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു വെക്കുക. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു ചോദ്യം അറിയില്ല എങ്കിൽ, അതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് അറിയില്ല, എന്തൊക്കെയോ നിങ്ങൾക്ക് അറിയുള്ളൂ, വേഗമായിട്ട് അറിയുള്ളൂ എങ്കിൽ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ പോയിന്റ് വൈസ് എഴുതി വെക്കരുത്, നിങ്ങൾ പാരഗ്രാഫിൽ എഴുതി വെക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പോയിന്റ് വൈസ് എഴുതിയ ടീച്ചർ നോക്കുമ്പോൾ ഈ പോയിന്റ് തെറ്റ് എല്ലാം തെറ്റാണല്ലോ, ഇവന് മാർക്ക് കൊടുക്കാതിരിക്കാം. നേരെ മറിച്ച് നിങ്ങൾ പാരഗ്രാഫിൽ നിങ്ങൾക്ക് ആ ഒരു ആൻസറിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയണ്ടാവുള്ളൂ, ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം നിങ്ങൾ കുറേ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു ടീച്ചർ വേണമെന്ന് വിചാരിച്ചാൽ കണ്ടെത്താം, അല്ലേ ഇത് ശരിയല്ല എന്നുള്ള കാര്യം. പക്ഷെ മിക്ക സമയത്ത് അതിനുള്ളൊരു സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ എന്തൊക്കെയോ ഉണ്ടെങ്കിൽ കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഇങ്ങനെ എഴുതുമ്പോഴാണ്. അപ്പോൾ കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം, എപ്പോഴും ചാടിക്കയറി ഇങ്ങനെ എഴുതരുത്. കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് ഓൾറെഡി നിങ്ങൾക്ക് നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ നേരെ തിരിച്ചെഴുതുക. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഞാൻ പറഞ്ഞു തരുന്നു. രണ്ടാമത്തെ കാര്യം, പലരും ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, നിങ്ങൾ ഏതെങ്കിലും ഗൈഡിന്നോ അല്ലെ ഏതെങ്കിലും ക്ലാസ്സിൽ നിന്നൊക്കെ നിങ്ങൾ ആൻസർ പഠിച്ചു പോകുമ്പം അത് ടെക്സ്റ്റ് ബുക്കിലുള്ള രീതിയിലായിരിക്കില്ല ഉണ്ടാവുക. അതൊരു വലിയ പ്രശ്നം ഉണ്ടാകും. കാരണം ടീച്ചർമാർക്ക് എപ്പോഴും ഒരു മാർക്കിംഗ് സ്കീം അഥവാ ഒരു ആൻസർ കീ കൊടുക്കും. ആ ആൻസർ കീ ഓൾമോസ്റ്റ് 99% ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് അല്ലാത്ത രീതിയിൽ കുറേ ഭയങ്കര ഡീവിയേറ്റ് എഴുതി ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ടീച്ചറിന് അത് ബുദ്ധിമുട്ടുണ്ടാകും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇത് നല്ലല്ലോ ആൻസർ കീ എന്നുള്ള ഇതിൽ ഇങ്ങനെ തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡെഫിനേഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ് സോഷ്യലിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും കുറേ ഇല്ലേ, അതൊക്കെ മാക്സിമം ടെക്സ്റ്റ് ബുക്കിൽ അതേ ലാംഗ്വേജ് തന്നെ ഉപയോഗിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ അതേ തന്നെ ഡെഫിനേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ അർത്ഥം ഒരിക്കലും 100% ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം അതേപോലെ ബൈ ഹാർട്ട് പഠിച്ച് പരീക്ഷയിൽ എഴുതി വെക്കണമെന്നല്ല. പക്ഷേ ഓൾമോസ്റ്റ് ആ ഒരു രീതിയിലാണെന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്തുക. മാത്രമല്ല എന്തെങ്കിലും ആൻസറൊക്കെ നേരത്തെ പോലെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഓർഡർ ഉണ്ടല്ലോ, പറ്റുമെങ്കിൽ ആ ഓർഡർ തന്നെ ഫോളോ ചെയ്യുക. കാരണം ഓൾമോസ്റ്റ്
ഓൾമോസ്റ്റ് 90% സമയത്തും ആ ടീച്ചർ ചെക്ക് ചെയ്യുന്ന ആൻസർ കീയും ആ ഓർഡറിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഓർഡറിൽ എഴുതി വെച്ചാൽ ടീച്ചറിന് ചെക്കപ്പ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഗൈഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബിലെ ക്ലാസ്സുകളോ ബാച്ചിലെ ക്ലാസ്സുകളോ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണെന്നുള്ള കാര്യം ഒന്നും ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ പരീക്ഷയിൽ എഴുതുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ രീതിയിൽ എഴുതാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഓക്കെ, ഇത് സോഷ്യൽ പോലത്തെ എഴുതേണ്ട സബ്ജക്ട്സിനാണ് കൂടുതൽ ആപ്ലിക്കബിൾ. ബാക്കിയുള്ള മാത്സ് പോലത്തെ സബ്ജക്ട്സിനൊന്നും ഇത് അത്ര ആപ്ലിക്കബിൾ അല്ല എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അടുത്ത കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആൻസർ പാരഗ്രാഫിൽ എഴുതിയാലും നിങ്ങൾ പോയിന്റ് വൈസ് എഴുതിയാലും ഒരിക്കലും ടീച്ചർ അത് ഫുള്ളായിട്ട് വായിച്ചു നോക്കാൻ പോകുന്നില്ല. കാരണം അതിനുള്ള സമയമില്ല. അപ്പോൾ ടീച്ചർ നോക്കുക എന്തായിരിക്കും, എപ്പോഴും അവർക്ക് തന്ന മാർക്കിംഗ് സ്കീമിൽ അവർക്ക് തന്ന ആൻസർ കീയിൽ കുറച്ച് കീവേഡ്സ് ഉണ്ടാവും. ആ കീവേഡ്സ് നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടോ എന്ന് നോക്കും. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഓൾമോസ്റ്റ് ഫുൾ മാർക്ക് കിട്ടും. ആ രീതിയിലായിരിക്കും ടീച്ചർ പേപ്പർ കറക്റ്റ് ചെയ്യുക. അതിനുള്ള സമയമുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പണി ടീച്ചറിനൊന്ന് ഈസി ആയി കൊടുക്കുക. ആ ടീച്ചർ തപ്പുന്ന കീവേഡ്സ് ഓൾറെഡി നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ, ആ ക്വസ്റ്റിൻ്റെ ആൻസർ, മെയിൻ ആയിട്ടുള്ള ആൻസർ എന്താണെന്ന്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നൈസായിട്ട് ഒന്ന് വൃത്തിയിൽ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. ഈ അണ്ടർലൈൻ ചെയ്യുമ്പോൾ പല കുട്ടികളുണ്ടാകുന്ന മിസ്റ്റേക്ക് എല്ലാം കൂടെ അണ്ടർലൈൻ ചെയ്ത് വെക്കും, വലിയ സെൻറ്റൻസ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. ടീച്ചർ നിങ്ങൾ വീണ്ടും പണി ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. ജസ്റ്റ് കീ വേർഡ്സ് മാത്രം, ഡേറ്റുകളാണ് ഡേറ്റ്, വേർഡ്സ് ആണ് വേർഡ്സ്. ഫിസിക്സ് ബയോളജി കെമിസ്ട്രിയിലേക്കാണ് ഡെഫിനേഷൻസിൽ ഒരു മെയിൻ സാധനം ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്താ, മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ അതായിരിക്കും അത് തപ്പാൻ പോകുന്നത്, ടീച്ചർ തപ്പാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ എസ് എഴുതി വെച്ചിട്ട് അതൊന്നും ടീച്ചർ നോക്കാൻ പോകുന്നില്ല. ടീച്ചർ നോക്കാൻ പോകുന്ന മ്യൂച്വൽ ഇൻഡക്ഷൻ വാക്കുണ്ടോ എന്നുള്ള കാര്യമാണ്. അതുണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ ആ ഒരു പണി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് എളുപ്പമാക്കി കൊടുക്കുക. ഇനി ഫുൾ അണ്ടർലൈൻ ചെയ്തിട്ട് ആ പണി ഡബിൾ പണി ആക്കരുത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അടുത്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങൾ ഒരു ക്വസ്റ്റ്യനിലെ ഫൈനൽ ആൻസർ എഴുതി വെച്ചതുകൊണ്ട് മാത്രമൊന്നുമല്ല. നിങ്ങൾക്ക് ആ ഫൈനൽ ആൻസർ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ എഴുതുന്ന ഗിവൺ വാല്യൂസ്, ഫിസിക്സും മാത്സിലൊക്കെ ആണെങ്കിൽ ഗിവൺ വാല്യൂസ്, അതിൻ്റെ ഇക്വേഷൻ ഉണ്ടായി, ഇക്വേഷനിൽ പിന്നെ ആ സബ്സ്റ്റിറ്റ്യൂഷനിൽ അവിടെയൊക്കെ ആക്ച്വലി നിങ്ങൾക്ക് മാർക്ക് കിട്ടി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫൈനൽ ആൻസർ അറിയില്ല എന്ന് വെച്ചതുകൊണ്ടോ അല്ലെ ഫൈനൽ കാൽക്കുലേഷൻ നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടോ നിങ്ങൾ മൊത്തം ക്രോസ് ചെയ്ത് വെക്കുമോ അല്ലെ ആ ചോദ്യം ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പിനും മാർക്ക് കിട്ടും. അതാണ് ഫസ്റ്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ടീച്ചർമാരുടെ മാർക്കിംഗ് സ്കീമിനും അങ്ങനെ തന്നെ കൊടുക്കുക. ഈ ഒരു ഫോർമുല എഴുതുന്നതിന്, ഈ കോൺസെപ്റ്റ് മനസ്സിലായതിനും ഒക്കെ മാർക്ക് കൊടുക്കാൻ പറയും. ഇതിന് ഫൈനൽ ആൻസറിന് ഒരു 2 മാർക്ക് ചോദ്യമാണ്, ഒരു അര മാർക്കിന് വെയിറ്റേജ് ഒക്കെ മാക്സിമം ഉണ്ടാകുമെന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഉപയോഗിക്കണം. ഇതിന്റെ മറ്റൊരു അർത്ഥം എന്താണ്, നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തും നിങ്ങൾ വെറുതെ ചാടി കയറി ഒരു ഫോർമുല എഴുതി വെറുതെ അവിടെ ആൻസർ എഴുതി വെച്ചാൽ പോരാ. പറ്റുന്ന അത്രയും നിങ്ങൾ സ്റ്റെപ്പുകൾ ഉപയോഗിക്കുക. അതായത് ഗിവൺ വാല്യൂസ് എഴുതി വെക്കുക, ഫോർമുല ആയിട്ട് തന്നെ എഴുതുക, അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൈഡിൽ എഴുതി വെക്കുക. കാൽക്കുലേഷൻസ് ഒന്നെങ്കിൽ നിങ്ങൾ സൈഡിൽ തന്നെ റഫ് ആയിട്ട് ഒരു കോളം വരച്ച് വെക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ പേപ്പറിന്റെ ബാക്കിൽ റഫ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ട് അവിടെ കാൽക്കുലേഷൻസ് കാണിക്കാം. ഓരോ ചോദ്യത്തിന് കാൽക്കുലേഷൻസ് അതേപോലെ തന്നെ വൃത്തിയിൽ കാണിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. കാരണം ഇവിടെ എന്തെങ്കിലും മണ്ടത്തരം നിങ്ങൾ കാണിച്ചാൽ ടീച്ചർ അവിടെ പോയി ചെക്ക് ചെയ്യും. അവിടെ എന്തെങ്കിലും സില്ലി മിസ്റ്റേക്കിലൊക്കെയാണ് നിങ്ങൾക്ക് തെറ്റിയെങ്കിൽ ടീച്ചർ ചിലപ്പോൾ ഫുൾ മാർക്ക് തരും. അതല്ലാതെ നിങ്ങൾ വെറുതെ ആൻസർ എഴുതി വെച്ചാൽ ടീച്ചർ സംശയം വരും, അത് കോപ്പി അടിച്ചതാണോ എന്നുള്ള രീതിയിലേക്ക് സംശയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ കിട്ടാനുള്ള മാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പുകൾ എഴുതി ചെയ്യുക. കാരണം സ്റ്റെപ്പിനാണ് ടീച്ചറിന്റെ മാർക്കിംഗ് സ്കീമിൽ മാർക്കുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് നിങ്ങൾ എഴുതണം. ഇത് ബാക്കിയുള്ള ന്യൂമറിക്കൽസ് ഇല്ലാത്ത സബ്ജക്ട്സിനും വാലിഡ് ആണ്. നിങ്ങൾ സോഷ്യലും ബയോളജിയും ഒക്കെ ഇംഗ്ലീഷ് പോലത്തെ സബ്ജക്ട്സിനൊക്കെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അയ്യോ ഇതിന്റെ ആൻസർ എനിക്ക് ഫുള്ളായിട്ട് അറിയില്ല അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല കാരണം എനിക്ക് മാർക്ക് കിട്ടില്ല എന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. 4 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അറിയില്ല, 4 പോയിന്റ്സ് അറിയില്ല, 3 പോയിന്റ്സ് അറിയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ആ 3 പോയിന്റ്സിന് മാർക്ക് കിട്ടും. പല കുട്ടികളും ഇതൊക്കെ അറിയാം, പക്ഷെ പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ അയ്യോ ഇതെനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ ചെയ്യുന്നില്ല വിചാരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം 4 മാർക്കിൽ 3 മാർക്ക് കിട്ടുക, അല്ലെങ്കിൽ 3.5 മാർക്ക് കിട്ടുക തന്നെ വലിയ കാര്യമാണ്. മിക്ക സമയത്തും നിങ്ങൾ ആ 3 പോയിന്റ്സ് എഴുതി വെച്ചിട്ട് 4ാമത്തെ പോയിന്റ് എന്തെങ്കിലും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 4 മാർക്ക് തന്നെ കിട്ടുന്നതാണ് റിയാലിറ്റി. അപ്പോൾ ആ അറിയില്ല, ഫുള്ളായിട്ട് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാനോ അല്ല അവോയ്ഡ് ചെയ്യാനോ നിങ്ങൾ പാടില്ല. ഇനി ഇതിന് വേറൊരു കൗണ്ടറും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഒരു ചോദ്യം ചെയ്തു വരുമ്പോൾ ഇപ്പോൾ ഫിസിക്സിൽ +1 ആണെങ്കിൽ +2 ആണ് ഡെറിവേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് ആയിക്കോട്ടെ, മാത്സിലൊക്കെ ആയിക്കോട്ടെ, വലിയ ന്യൂമറിക്കൽസ് ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ഒരു വശമുണ്ട്, അല്ലെ ഫൈനലായിട്ട് കിട്ടേണ്ട സാധനം എന്താണെന്ന് അറിയാം. പക്ഷേ സ്റ്റെപ്പിൽ നിങ്ങൾ സ്റ്റക്കായി, അല്ലെ സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്ത് വെക്കേണ്ടത് ഒരിക്കലും എന്ത് ചെയ്യരുത്, അയ്യോ എനിക്ക് സ്റ്റെപ്പ് അറിയില്ല അപ്പോൾ ഞാൻ ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് അവിടെ നിർത്തരുത്. നിങ്ങൾക്ക് ഫൈനൽ സാധനം അറിയില്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് എഴുതി വെക്കുക. എന്നിട്ട് അവസാനം നിങ്ങൾക്ക് അറിയുന്ന ആ ഫൈനൽ ആൻസർ ഇല്ലേ, അതായത് ഫൈനൽ എക്സ്പ്രഷൻ, ആ ഇക്വേഷനില്ലേ, അതങ്ങോട്ട് എഴുതി വെക്കുക. വീണ്ടും ഇതിൻ്റെ നേരെ തിരിച്ചും വർക്ക് ചെയ്യും. അതായത് ടീച്ചർ നോക്കാൻ പോകുന്ന ഓരോ സ്റ്റെപ്പും കറക്റ്റ് ആണോ എന്നല്ല, എന്തൊക്കെയോ സ്റ്റെപ്പൊക്കെ ഉണ്ടോ, ഫസ്റ്റൊക്കെ ഓക്കെ ആണോ, ഫൈനൽ ആൻസർ ഓക്കെ ആണോ, അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണ്. കാരണം അത്രയുള്ള സമയം അവർക്ക് ഉണ്ടാകുമെന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും കേരളത്തിലെ കുട്ടികളുടെ ഇതുണ്ടോ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറക്റ്റ് ആണോ നോക്കാനുള്ള സമയം അവർക്കില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കുറച്ച് അഡ്വാൻറ്റേജിന് എടുക്കുക. കള്ളത്തരം കാണിക്കണം എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് എഴുതി വെക്കുക. അത് എഴുതി വെക്കാതെ പരീക്ഷാ ഹാളിൽ നിന്ന് വലിയ സ്റ്റൈലാക്കി ഇറങ്ങി പോരണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലാസ്റ്റ് കാര്യം, എന്തെങ്കിലും എഴുതണം. പല കുട്ടികളും ഉണ്ടാക്കുന്ന ഒരു മണ്ടത്തരം, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്,
എനിക്ക് ചോദ്യത്തിന് ഉത്തരം അറിയില്ല, അല്ലെ ചോദ്യം ടഫായിരുന്നു, അല്ലെ ഔട്ട് ഓഫ് സിലബസ് ആണ്, അല്ലെ ആ ചോദ്യത്തിൽ ഈ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അല്ലെ ഈ ചോദ്യമൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നും ഇല്ല, അതും പറഞ്ഞിട്ട് ആ മൊത്തത്തിൽ അങ്ങോട്ട് വിടും. ഒരു കാരണവശാലും ചെയ്യരുത്. എന്തെങ്കിലും എഴുതി വെക്കാം. നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത കാര്യങ്ങളാണെങ്കിലും ആ ചാപ്റ്ററിന് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ, അതെങ്കിലും എഴുതി വെക്കുക. മിക്ക സമയത്തും നിങ്ങൾക്കത് ഭയങ്കര ടഫായിട്ട് തോന്നിയെങ്കിൽ, നിങ്ങൾക്കത് സിലബസിൽ ഇല്ലാത്ത പോലെയൊക്കെ തോന്നിയെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും തോന്നുക. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ നിങ്ങളുടെ ഇവാലുവേഷൻ ക്യാമ്പിലേക്ക് പോയി ഈ ചോദ്യത്തിന് എന്താണ് മാർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ലീനിയൻ്റ് ആക്കാനോ ഒക്കെ പറയും. ആ സമയത്ത് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് തരും. ഒന്നും എഴുതി വെക്കാത്ത പേപ്പറാണെങ്കിൽ എങ്ങനെ ടീച്ചർ മാർക്ക് തരാ? ടീച്ചറിന് ഒരു വകയും ഉണ്ടാവില്ല അവിടെ മാർക്ക് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. വളരെ നല്ല മാർക്ക് കിട്ടാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, ജസ്റ്റ് പാസ് ആവണമെന്ന ലെവലിലൊക്കെ ആ ലെവലിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവൺ മോർ ഇത് ക്രൂഷ്യലാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ, നിങ്ങൾ ജസ്റ്റ് പാസിൻ്റെ താഴെയാണ് നിങ്ങൾക്ക് മാർക്കുള്ളത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിരുന്നെങ്കിൽ, ചില ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും എഴുതി വെച്ചിരുന്നെങ്കിൽ ടീച്ചർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് പാസ് ആക്കിപ്പിക്കാനൊക്കെ പറ്റും. പക്ഷെ നിങ്ങൾ ഒന്നും എഴുതി വെച്ചില്ലെങ്കിൽ നിങ്ങളെ ഫെയിൽ ആക്കിപ്പിക്കേണ്ടി വരും. നമ്മൾ ഈ ഫെയിലായ കുട്ടികളുടെയൊക്കെ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം വളരെ വിസിബിൾ ആണ്, അവർ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. അല്ലാണ്ട് കുറേ എന്തെങ്കിലുമൊക്കെ എഴുതിയ കുട്ടിക്ക് ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും എഴുതുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ടിപ്സ് എനിക്ക് പറയാനുള്ളൂ. കുറച്ച് എക്സ്ട്രാ ടിപ്സും കൂടി ഇതിന് മുൻപുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവ്യൂ ചെയ്തേക്കാം. ഒന്ന്, പേപ്പർ അത്യാവശ്യം വൃത്തി വേണം. ഭയങ്കര ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ആക്കണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ വായിക്കാൻ പറ്റണം. പിന്നെ കുത്തും വരെയൊക്കെ കുറേ ഒന്നും ആവരുത്. കാരണം ഞാൻ പറഞ്ഞ പോലെ ടീച്ചേഴ്സും മനുഷ്യന്മാരെ അവർക്ക് കുറേ സമയമൊന്നുമില്ല. നിങ്ങൾ കുറേ വൃത്തികേടായിട്ട് എഴുതി ഭയങ്കര ബുദ്ധിമുട്ട് കൂട്ടുകയുള്ളൂ. രണ്ടാമത്തേന് ഹേലോ എഫക്റ്റ് ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ ബേസിക്കലി. അതായത് ആദ്യത്തെ 2 പേജെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുന്ന ആൻസേഴ്സ് എഴുതുക. ആദ്യത്തെ 2 പേജിൽ തന്നെ കുറേ മണ്ടത്തരം എഴുതി വെച്ചാൽ മൊത്തത്തിൽ ഇംപ്രഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള എക്സ്ട്രാ മാർക്ക് കിട്ടാനുള്ള ചാൻസ് കുറയും. പിന്നെ ജമ്പിൾഡ് ഓർഡറിൽ ഓവർ എഴുതാൻ നിൽക്കരുത്. നിങ്ങൾ 1 എഴുതുന്നു, പിന്നെ 7 എഴുതുന്നു, പിന്നെ 9ാമത്തെ ചോദ്യം എഴുതുന്നു, പിന്നെ 13ാമത്തെ എഴുതുന്നു, പിന്നെ 2ാമത്തെ എഴുതുന്നു. അങ്ങനെയൊക്കെ ചെയ്താൽ വീണ്ടും ഈ പണി നിങ്ങൾ കൂട്ടുക. കാരണം ടീച്ചർ ഓരോ പ്രാവശ്യം പോയിട്ട് ആൻസർക്ക് ഇങ്ങനെ പോയി നോക്കി പോകേണ്ടി വരും. ഇറ്റ് ഈസ് വെരി 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 ഡിഫിക്കൽട്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഓർഡറിൽ എഴുതുന്നില്ലെങ്കിലും ഒരു സെക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ ആ സെക്ഷൻ്റെ ഓർഡർ കറക്റ്റായിട്ട് എഴുതുക. പിന്നെ അടുത്ത സെക്ഷൻ എഴുതുക. അപ്പോൾ സെക്ഷൻ വൈസ് എഴുതുക. വിത്തിൻ ദാറ്റ് സെക്ഷൻ ഓർഡർ കറക്റ്റായിട്ട് എഴുതുക. ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അല്ലാതെ തോന്നിയ രീതിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കുക. ലാസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫൈനൽ ആൻസർ ഫോർ എക്സാമ്പിൾ നമ്മൾ മാത്സിലെ ക്വസ്റ്റൻ ആയിക്കോട്ടെ, ഫിസിക്സിലെ ക്വസ്റ്റൻ ആയിക്കോട്ടെ, ടീച്ചർ മിക്ക സമയത്തും ഫൈനൽ ആൻസർ ആയിരിക്കും ആദ്യം ചെക്ക് ചെയ്യുക. അതല്ലാതെ ഈ സ്റ്റെപ്പൊക്കെ പിന്നെ ആയിരിക്കും ചെക്ക് ചെയ്യുക. അപ്പോൾ ഫൈനൽ ആൻസർ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മിക്ക സമയത്തും ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കും, മാർക്ക് ഫുൾ ആയിട്ട് അങ്ങോട്ട് തരിക. അപ്പോൾ ആ ഫൈനൽ ആൻസർ ഉണ്ടെന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കേണ്ടത് ആരുടെ പണിയാണ്? നിങ്ങളുടെ പണിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ ചില കുട്ടികൾക്ക് സംശയം തോന്നും, സാറല്ലേ പറഞ്ഞ നേരത്തെ സ്റ്റെപ്പിനാണ് മാർക്ക്, അപ്പോൾ ടീച്ചർ സ്റ്റെപ്പാണ് നോക്കുക. ഇപ്പോൾ സാറ് പറയും ടീച്ചർ ആദ്യം ഫൈനൽ ആൻസറാണ് നോക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് തരാമെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു ടീച്ചർ ഒരു ആൻസർ നോക്കുന്ന സമയത്ത് ആദ്യം ഇത് നോക്കും കറക്റ്റ് ആണോ എന്നുള്ള കാര്യം. ഇത് കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ടീച്ചറുടെ മനസ്സിൽ സ്റ്റെപ്പും കറക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു അസംഷൻ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കും, ഒരു സ്റ്റെപ്പിനെല്ലാം മാർക്ക് തരും, എന്നിട്ട് അതിന് ഫുൾ മാർക്ക് തരും. അതാണ് സംഭവിക്കുക. ഇനി സ്റ്റെപ്പ് എപ്പോഴാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുക? നിങ്ങളുടെ ആൻസർ തെറ്റാണ്, നിങ്ങളുടെ ഫൈനൽ ആൻസർ തെറ്റാണെങ്കിൽ അപ്പോൾ ടീച്ചർ നോക്കും, ഓക്കെ ആൻസർ തെറ്റാണ്, ഇവൻ സ്റ്റെപ്പ് എങ്കിലും കറക്റ്റ് എഴുതിയിട്ടുണ്ടോ, ഈ മെത്തേഡ് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നോക്കും. എന്നിട്ട് അതിന് മാർക്ക് കുറച്ചിട്ട് ബാക്കിയുള്ളതിന് മാർക്ക് തരും. ചിലപ്പോൾ ഇതിന് മാർക്ക് തരാം, വേറെ കാര്യം. പക്ഷേ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെയാണ് സത്യം. ലാസ്റ്റ് കാര്യം, നിങ്ങൾ ഈ ഓർഡറിലൊന്നും എഴുതാതിരിക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി, പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയില്ല, നിങ്ങൾ കുറച്ച് സ്ഥലം വിട്ടു. നിങ്ങൾ എക്സ്ട്രാ സ്ഥലം എപ്പോഴും വിടുക. ഓക്കെ, ഒബ്വിയസ്ലി, കാരണം നമുക്ക് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. സെക്കൻഡ് ആൻസറിൻ്റെ ഇവിടെ എഴുതി പിന്നെ അവസാനം കൊണ്ടുപോയിട്ട് പേജ് ടേൺ അറൗണ്ട് അല്ലെ ലാസ്റ്റ് പേജ് എന്നൊക്കെ എഴുതി വെക്കരുത്. കാരണം അതൊന്നും ആരും നോക്കാൻ പോകുന്നില്ല. ഒരു ടീച്ചർ പോലും നിങ്ങളുടെ സി ലാസ്റ്റ് പേജ് കാണാനും പോകുന്നില്ല, നീ കണ്ടാൽ തന്നെ എടുത്ത് നോക്കാനും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും എക്സ്ട്രാ സ്ഥലം നിങ്ങൾ വിടുമല്ലോ, ആ വിട്ടു. പക്ഷേ നിങ്ങൾ അവസാനം എന്നിട്ട് തേർഡ് ക്വസ്റ്റ്യനൊക്കെ അങ്ങനെ പോയി വീണ്ടും നിങ്ങൾ വന്നിട്ട് ഫസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് 2-3 ലൈനെ ആവശ്യം വന്നുള്ളൂ, ഒരു 4-5 ലൈന് ബാക്കി വന്നു. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അതങ്ങനെ ബാക്കി വെക്കരുത്. അതിന് സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയണം. ആ ഉപയോഗിക്കാത്ത സ്ഥലങ്ങൾ സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയണം. കാരണം എന്താണ്? കാരണം നിങ്ങളെ ബ്ലാങ്ക് ആയിട്ട് വിട്ടാൽ ടീച്ചർ വിചാരിക്കും നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാനുണ്ടായിരുന്നു, നിങ്ങളത് എഴുതിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇത് ചെറിയ ചെറിയ മാർക്കിനുള്ള ആൻസേഴ്സിന് മാറ്റർ ചെയ്യില്ല, കാരണം ആ ടീച്ചറിന് നോക്കിയാൽ വായിക്കാൻ പറ്റും. വലിയ ആൻസേഴ്സിനൊക്കെ കുറേ പോയിന്റ്സ് ഉള്ള 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കുറേ സ്ഥലം താഴെ വിട്ട് കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ അസംഷൻ എന്തായിരിക്കും വെച്ചാൽ നിങ്ങൾക്ക് അവിടെ അറിയാത്തത് കൊണ്ട് നിങ്ങൾ വിട്ടാന്ന്. കാരണം ഫുള്ള് വായിച്ചു നോക്കിയാൽ അവർക്കും പോസിബിൾ അല്ലല്ലോ. അപ്പോൾ എപ്പോഴും സ്ട്രൈക്ക് ഓഫ് ചെയ്യും. നിങ്ങൾ കാണിച്ചു കൊടുക്കുക, എനിക്കത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിക്കാത്ത കാര്യം ഒന്ന് കാണിച്ചു കൊടുക്കണം. ആ സ്ട്രൈക്ക് ഓഫ് ഒരൊറ്റ വരയിൽ വരച്ചാൽ മതി. അത് ഇങ്ങനെ കുത്തി വരച്ചിട്ട് അവസാനം അത് വൃത്തികേടാക്കരുത്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന നോളേജിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് കുറയില്ല എന്ന് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കിട്ടാനുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്യുക. അതിൻ്റെ ലോജിക്ക് അനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ
കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതൊക്കെ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനും പ്രാക്ടിക്കലാക്കാൻ പറ്റുമല്ലോ, അവർക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും പബ്ലിക് എക്സാമിന് നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെന്ന് വിഷ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്.